ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഫാസ് കിച്ചൻ ടൂർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ, സാറ്റർഡേ മോർണിംഗ് റുട്ടീനാണ്. അതായത് സാറ്റർഡേ മോർണിംഗ് ഞാൻ ഫ്രീ ആയിരിക്കും. കാരണം എന്തായാലും ഞാൻ സുബഹി നമസ്കരിക്കാൻ എണീക്കുമല്ലോ, അതിനുശേഷം അങ്ങനെ ഉറങ്ങാറില്ല. ചിലപ്പോൾ ഭയങ്കര വയ്യായിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിടക്കും, എന്നിട്ട് ഓഫീസിൽ പോകാൻ എണീക്കും, അങ്ങനെയാണ്. പക്ഷേ മോസ്റ്റ്ലി ഞാനങ്ങനെ കിടക്കാറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രെയറിന് വേണ്ടിയിട്ടും അതുപോലെ ഖുറാൻ പഠിക്കൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കുറച്ച് എൻഗേജ്ഡ് ആവുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ സീരിയസ് ആയിട്ട് കുറേ സമയം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളും കണ്ടെത്തുന്ന ഒരാളുമാണ്. അപ്പം ഞാൻ ഫസ്റ്റിലെ കാണിച്ച ട്രൈപ്പോഡും ഈ ഡയറിയും കണ്ടോ, ഇത് എൻ്റെ ഒരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള ട്രൈപ്പോഡുമാണ്. അതുപോലെ തന്നെ ഈ ഡയറി ഉണ്ടല്ലോ, എനിക്ക് ഏത് ഡയറി കിട്ടിയാലും ആ ഡയറി എല്ലാം ഞാൻ ഒറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റഡീസിന്, അതായത് ഒന്നെങ്കിൽ ഖുറാൻ പഠിക്കലിനായിരിക്കും, ഒന്നെങ്കിൽ ഹദീസ് അല്ലെങ്കിൽ ദിക്ർ, ദുആ, അങ്ങനെ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവമൊന്നുമില്ല. ഫസ്റ്റിൽ ഞാനൊരു ചായ ഇട്ടിട്ട് പോയി പഠിക്കാമെന്ന് വിചാരിച്ചതാണ്. ചായ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഖുറാൻ പഠിക്കാൻ പോവാം. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഈ ഒരു കാര്യം ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കാരണം അതിനു മുമ്പ് വരെ നമ്മൾ ഈ ഖുറാനൊക്കെ ജസ്റ്റ് ഓതൽ മാത്രമേ ഉള്ളൂ, എന്നും ഖുറാൻ ഓതുവേ. പക്ഷേ എനിക്ക് തന്നെ ഒരു ചിന്ത വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വെറുതെ നമ്മൾ ഈ ഖുറാൻ ഓതിയിട്ട് എന്താ കാര്യം, ഒരു കാര്യവും ഇല്ല. പിന്നെ കാര്യമില്ല എന്നല്ല, നമുക്ക് ഓരോ അക്ഷരത്തിൽ നിന്നും നമുക്ക് പ്രതിഫലം കിട്ടും. ഖുറാൻ നോക്കിയാലും അതുപോലെ തന്നെ നമ്മളൊന്ന് സ്പർശിച്ചാലും അതുപോലെ തന്നെ ഖുറാൻ ഓതിയാലും എല്ലാത്തിനും പ്രതിഫലമാണ്. കാരണം അള്ളാഹുവിൻ്റെ വാക്കുകളാണല്ലോ. പക്ഷേ അതിലുപരി അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു ഖുറാനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ പഠിച്ചുകൂടാ എന്ന്. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അതിൻ്റെ അകത്ത്. കാരണം നമുക്കിപ്പോൾ ഓരോ ആപ്സും ബുക്സും ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇപ്പം എനിക്ക് തോന്നി ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരാളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. അപ്പോൾ മോട്ടിവേഷനായപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇട്ടുകൂടാ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ ഇട്ടേ കേട്ടോ. ഞാൻ ആളുടെ പേരൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.